السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. عباد الله أوصيكم وإياي بتقوى الله. ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാരെ, കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മുടെ ചോദിക്കലും പറച്ചിലും കേൾക്കലും എല്ലാം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ഇത് അള്ളാഹു അംഗീകരിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു ഈ സമയത്ത് തന്നെ പുറത്തു തന്നുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടികാറുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആദ്യത്തെ ചോദ്യം തന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. മരണസമയത്ത് ഭാര്യ ഗർഭിണിയാണെങ്കിൽ ഭാര്യയുടെ പ്രസവത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ സ്വത്ത് ഭാഗിക്കാൻ പറ്റുമോ? സ്വത്ത് ഭാഗിക്കാം. ഭാര്യ ഗർഭിണിയാണ്, പിന്നെ അവള് ആ കുട്ടിയെ പ്രസവിക്കുന്നതിന്റെ മുമ്പ് തന്നെ സ്വത്തൊക്കെ ഓഹരി ചെയ്യാം. പക്ഷെ അവിടെ അതിന് വളരെ പിന്നെ ആണാ പെണ്ണാ അവിടൊക്കെ ആ വിഷയം ബഹുമാനപ്പെട്ട ഉലമാ ശരിക്കും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു പ്രസവം കഴിയുന്നതിലേക്കും കാത്തിരിക്കുന്നില്ല. എന്നാൽ പിന്നെ അവിടെ ആണാ പെണ്ണാന്ന് ശരിക്കും അറിഞ്ഞ് അങ്ങനെ ഓഹരിക്കാം. ഞാൻ അതിന്റെ മുമ്പും ഓഹരി ചെയ്യാം. അതിന്റെ മസാലകളൊക്കെ നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അദ്ദേഹത്തിന് അത് പിന്നെ PM-ലൂടെ അതിന്റെ വിഷയങ്ങൾ അറിയിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെന്താണ്, സത്യം അറിയാൻ എന്തിനാണ് ഡോട്ട് കിട്ടുന്നത്? ഡോട്ട് പാടുണ്ടല്ലോ. സത്യം അറിയാൻ കൊണ്ടുവന്നല്ല, സത്യം അറിയാൻ വരുന്ന എനിക്ക് ഡോട്ട് ഉണ്ടാവാൻ പാടില്ലല്ലേ. ടെക്സ്റ്റ് മോശമായിട്ട് എന്താ ചെയ്താവോ? ചിലപ്പോൾ എന്താവൂല. ഇന്നലെ എല്ലാവർക്കും ഡോട്ട് ഇട്ടിരുന്നില്ലേ? ഇന്നലെ ഈ ആ ക്ലിപ്പൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്തെ ചില ഹോൾഡ് ഔട്ട് ഉണ്ടായിരുന്നു. ഈ എന്തിന് മറ്റേ ടെക്സ്റ്റിന് ഹോൾഡ് ഔട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഡോട്ട് ഉണ്ടായിട്ട് അത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പോയതായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ പിന്നെ വരുന്ന സമയത്തൊക്കെ ആ ഡോട്ട് ഉണ്ടാവാം. അങ്ങനെ ആയിരിക്കാം. പിന്നെ എന്താണ് പയ്യോളി ഉസ്താദ് വിഷയം? എന്താ അതറിയില്ല. പയ്യോളി ഉസ്താദിന്റെ വിഷയം എന്തെങ്കിലും ഉണ്ടോന്നും അറിയില്ല. അതല്ലല്ലോ ഇപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരു ഫിഖ് നിസ്കാരത്തിന് നോമ്പും പിന്നെ നിസ്കാരത്തിന് നോമ്പിന്റെയും മസാലകളും മറ്റൊക്കെ ചോദിക്കുക, അങ്ങനത്തെ ഒരു വിഷയമല്ല. അതുപോലത്തുള്ള ഒരു വിഷയങ്ങൾ. ഇപ്പൊ മറ്റത് എന്താണ് വിഷയം? അദ്ദേഹവും ഇവിടെ വിഷയമൊന്നുമില്ല അല്ലേ? ഇവിടെ അദ്ദേഹം ഈ ക്ലാസ് റൂമിന്റെ ആരുമല്ല. അദ്ദേഹവുമായി നമുക്കൊരു പ്രശ്നമൊന്നുമില്ല, ഉണ്ടായിട്ട് അറിയില്ല. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ക്ലാസ് റൂം വേറുണ്ട്. അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടോന്ന് അറിയില്ല. അത് നമ്മൾ കേട്ടിട്ടില്ല അങ്ങനത്തെ വിഷയം. ഉസ്താദിനെ SGVയിൽ വല്ലാതെ ആക്ഷേപിക്കുന്നു. ചെറുശ്ശേരി ഉസ്താദ് 7 വയസ്സിൽ ആയിഷ ബീവിയുടെ വീട്ടിൽ കൂടി എന്ന് പറഞ്ഞത് ന്യായീകരിക്കാൻ ഉസ്താദ് ഹദീസുകൾ വളച്ചൊടിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊന്നും സാരില്ല. അതിപ്പോ അങ്ങനെ സർവ്വസാധാരണ ഇപ്പൊ അതൊക്കെ അല്ലേ. നമ്മൾ ഒരു സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന് പറഞ്ഞ സംഘടനയോട് കൂറു പുലർത്തി പ്രവർത്തിക്കുന്ന ഒരാളുകളാണ് നമ്മൾ. അതേസമയത്ത് ഇതിൽ നിന്ന് പുറത്തു പോവുകയോ അതിനെ ഒഴിവാക്കപ്പെടുകയോ ചെയ്ത ആളുകൾ രൂപീകരിച്ച വേറെ സംഘടന. അപ്പൊ ആ സംഘടനക്കാർക്ക് ചിലപ്പോൾ നമ്മളോട് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയണ്ടാവും. അതൊന്നും വിഷയമല്ല. പിന്നെ ഹദീസുകളൊന്നും ഞാൻ വളച്ചൊടിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ആയിഷാറിൽ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഈ സമയത്ത് ഞാനും പോയിരുന്നു. ചെറുശ്ശേരി ഉസ്താദ് എന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെ പറഞ്ഞേക്കുന്നു 7 വയസ്സ് റസൂലുള്ളാഹി വീട്ടിൽ കൂടിയെന്ന് പറഞ്ഞതല്ലേ. വീട്ടിൽ കൂടിയെന്ന്. 6 വയസ്സ് റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചു. 7 വയസ്സ് വീട്ടിൽ കൂടി. ചെറുശ്ശേരി ഉസ്താദിന്റെ ഭാഷ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. വീട്ടിൽ കൂടി എന്നൊക്കെ കാര്യം. ചെറുശ്ശേരി പഴയ മനുഷ്യനല്ലേ. അപ്പോ എന്ന് പറഞ്ഞൂന്ന് അല്ലേ. അത് ഒന്നുകിൽ 9 വയസ്സ് എന്നുള്ളത് 9 7 എന്നുള്ളത് പിഴച്ചു പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ. ഞാനൊക്കെ ഇങ്ങനെ കേട്ട് അവരെ
ഞാൻ അങ്ങനെ ഒരിക്കൽ പറഞ്ഞത്. ചിലപ്പോൾ 7 എന്നുള്ളത് അല്ല 9 എന്നുള്ളത് പറയുന്നതിന് പകരം 7 എന്ന് പേച്ച് പറഞ്ഞതായിരിക്കാം. അതിലെയും വേറെ ചില ഹദീസുകളിൽ 7 എന്നുണ്ട്. അപ്പൊ ആ നിലക്ക് പറഞ്ഞതായിരിക്കാം, അതത്ര വിഷയാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അത് പുൽക്കന്നെ ഉറപ്പില്ല. അങ്ങനല്ലേ നമുക്കങ്ങനെ ഉറപ്പുണ്ടാകുക? ജെറുസൈസാദ് ഏത് പേച്ച് പറഞ്ഞതാണോ അതല്ല വേറെ റിവായത്തിൽ കണ്ടതനുസരിച്ച് പറഞ്ഞതാണോ നമുക്ക് തന്നെ അറിയാം, എനിക്കറിയില്ലോ. അപ്പോ പുൽക്കന്നെ ഉറപ്പില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുട്ടി ഘോഷിക്കുന്നുണ്ട്. എന്താണ് അപ്പൊ ഇതിന്റെ ആവശ്യമില്ലാന്ന്. അത് 9 വയസ്സ് എന്നുള്ളത് പറയുന്നതിന് പകരേ 7 എന്ന് പേച്ച് പറഞ്ഞതായിരിക്കാം. മനുഷ്യന്മാർക്ക് പിഴവ് പറ്റൂലേ അല്ലേ? ചില ആളുകൾ പിഴച്ചിട്ട് തിരുത്തുമ്പോ അതിനേക്കാളും പിഴക്കുണ്ടാവില്ല. അങ്ങനെ അടിച്ചില്ല ഒരിക്കലും അല്ലേ? ചിലവരെ പിഴച്ചിട്ട് തിരുത്തുമ്പോ പിന്നെ അതിനേക്കാളും വല്ലാതെ പിഴച്ചു പോകും. അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് വലിയൊരു വിഷയാക്കേണ്ടതില്ല എന്നർത്ഥം. 7 എന്ന റിവായത്തൊക്കെ ഉണ്ട്. റിവായത്ത് വെച്ചാൽ ഇങ്ങണ്ട് ആയിഷാറിൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം മദീനയിൽ ബനുൽ ഹർസിന്റെ ഗോത്രക്കാരുടെ ആ വീട്ടിൽ ഞങ്ങൾ താമസിച്ചു. അങ്ങനെ ഒരിക്കാണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അങ്ങനെ കടന്നു വരുന്നു അല്ലേ. ഞാനാണെങ്കിലോ ഞാൻ എന്റെ ചങ്ങാതിച്ചികളുടെ കൂടെ കളിക്കുകയാണ്. എന്ത് കളി? പിന്നെ ഉർജൂഹത്തിൽ വഅനഫി ഉർജൂഹത്തിൻ തർജഹു ബി ബൈന അസ്ഖൈനി എന്നൊക്കെ ഉണ്ടല്ലോ അല്ലെ. ആ ഉർജൂഹത്തിന്റെ അർത്ഥം എന്താന്നുള്ളത് ഒരു കയറ് കൊണ്ടുള്ള കളിയാണ് എന്ന് പറയുന്നുണ്ട്. അതല്ല മരം കൊണ്ടുള്ള കളിയാണ്. ഒരു സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലേ ഒരു മരത്തിന്റെ ഒരു പലക, ആ പലകയുടെ പിന്നെ നടുവിലായിട്ട് ഒരു സാധനം ഇങ്ങനെ വെക്കുക. അപ്പൊ പിന്നെ എന്നിട്ട് 2 തലക്കല്ലോ കുട്ടികൾ ഇതിനുള്ള കളി, അങ്ങനത്തെ കളിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതെങ്കിലും കളി എന്തെങ്കിലുമായിക്കോട്ടെ, ഞാൻ എന്നെ കളിക്കുകയായിരുന്നു. ആ സമയത്ത് എന്റെ ഉമ്മ എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ കളിക്കുകയാണ്. അപ്പൊ എന്റെ ഉമ്മ എന്ത് ചെയ്തു? എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് ഉമ്മ എന്റെ മുഖമൊക്കെ ഒന്ന് കഴുകി തന്ന്, എന്റെ മുടിയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ്, ആ മുടിയൊക്കെ ഒന്ന് ഉമ്മ നന്നാക്കി തന്ന്. കളിക്കല്ല, കളിക്കുമ്പോ കുട്ടിയുടെ മുടിയിപ്പോ അങ്ങനെയൊക്കെ ആവുമല്ലോ. അങ്ങനെ എന്റെ മുടിയൊക്കെ നന്നാക്കി തന്ന്, മുഖമൊക്കെ ഒന്ന് കഴുകി തന്ന്. അങ്ങനെ ഞാൻ എന്റെ ഉമ്മ എന്നേറ്റ് അങ്ങനെ പിന്നെ ഒരു റൂം പിന്നെ വീട്ടിലേക്ക് കടന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലെ ഒരു കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ അടുക്കല് അൻസാരികളായ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അവർ ആ സ്ത്രീകളും പുരുഷന്മാരൊക്കെ അവിടെ നിന്ന് പോയി. അങ്ങനെ ഉമ്മ എന്നെ ഒരു റൂമിൽ ഫജ്ലസത്നി ഫി ഹുജ്റത്തിൻ എന്ന ഉമ്മ എന്ത് ചെയ്തു? പിന്നെ ഒരു റൂമിലിരുത്തി. അങ്ങനെ ബനാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിനാ. അവിടെ നിങ്ങൾ ബന എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കേണ്ടതില്ല അല്ലേ? ബന എന്ന് പറയാറുണ്ട്. ബനാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിനാ. ഞങ്ങളുടെ വീട്ടിൽ ഞാനും നബിയും ഒന്നിച്ച് താമസിച്ചു എന്ന് അർത്ഥം വെച്ചാൽ മതി. നിങ്ങൾ അവിടെ വേറെ ഒരു 7 വയസ്സല്ലേ അല്ലേ? 7 വയസ്സായ 7 വയസ്സ് ഇനി പറയുന്നുണ്ട്. ഇനിയിപ്പോ തന്നെ എനിക്കണ്ട, ഇതിന് ശേഷം വരാൻ പോകുന്നുണ്ട് 7 വയസ്സിലാണ്. ബനാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിനാ. റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ആയിഷ ബീവി അങ്ങോട്ട് കൊണ്ടുപോയതല്ല. ആയിഷ ബീവിയെ ആയിഷ ബീവിനെ അങ്ങോട്ട് കൊണ്ടുപോയതല്ല. പിന്നെ ആയിഷ ബീവിയും ആയിഷ ബീവിന്റെ കുടുംബമൊക്കെ താമസിക്കുന്ന വീടുണ്ടല്ലോ, അതിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വന്നു. അങ്ങനെ ബനാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിനാ. ഞാനും റസൂലും ഞങ്ങളുടെ വീട്ടിൽ ഒന്നിച്ച് താമസിച്ചു. അതിലിതാ പറഞ്ഞത് മാ നുഹിറത് അലയ്യ ജസൂറുൻ വലാ ദുബിഹത് അലയ്യ ഷാത്തുൻ. അങ്ങനെ ഒന്നിച്ച് താമസിച്ചുള്ളതിന്റെ പേരിൽ സാധാരണ ഭാര്യ ഭർത്താക്കന്മാർ ആദ്യമായി വീട്ടിൽ കൂടുന്നതിന്റെ പിറ്റേ ദിവസമായിട്ട് എന്തെങ്കിലും ഒരു അറവൊക്കെ നടക്കുന്നുണ്ടല്ലേ, ഒരു വലിയമത്ത് കൊടുക്കാൻ വേണ്ടിയൊക്കെ ഒരു അറവൊക്കെ നടത്തിയിട്ട് വലിയ ഘോഷമൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അതുണ്ടായിട്ടില്ല. കാരണം അവിടെ വീട്ടിൽ കൂടിയിട്ട് തന്നെ ഉള്ളൂ, ഒന്നിച്ച് താമസിച്ചിട്ടുള്ള വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല എന്ന് അതാണ്. വഅന യൗമ ഇദിൻ ഇബ്നതു സബ്ഇ സിനീന. അന്ന് എനിക്ക് 7 വയസ്സായിരുന്നു. കണ്ടില്ലപ്പങ്ങള്? വഅന യൗമ ഇദിൻ ഇബ്നതു സബ്ഇ സിനീന. അന്ന് എനിക്ക് 7 വയസ്സായിരുന്നു. മജ്മുഉ സവാഇദ് നോക്കുക, ഹൈതമിയുടെ മജ്മുഉ സവാഇദ് നോക്കുക. അപ്പോ എന്തേലും ഒരു അങ്ങോട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ വല്ലാതെ ഘോഷിക്കാതെ നിൽക്കരുതെന്നായി പറഞ്ഞതേ അല്ലേ. അപ്പൊ
അങ്ങനെയുണ്ട് എന്ന് 7 അതുണ്ട്. വേറെയുണ്ട്. ഇത് മാത്രമല്ല വേറെയുണ്ട്. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹു കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തസവ്വജനി അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ റസൂലുള്ളാഹി വിവാഹം കഴിച്ചു. വഅന ഇബ്നതു 60, അന്ന് എനിക്ക് 6 വയസ്സാണ് റസൂലുള്ളാഹി കിട്ടിയപ്പോ. വബനാബി, ഞാനുമായി റസൂലുള്ളാഹി വീട്ടിൽ കൂടി. ഷെയ്ഖിന്റെ ഭാഷയിൽ പറയാണ് വീട്ടിൽ കൂടി. വഅന ഇബ്നതു 70, അന്ന് എനിക്ക് 7 വയസ്സായിരുന്നു. മുത്തഫഖുൻ അലൈഹി, മുഗ്നി ഇബ്നു ഖുദാമ. അപ്പൊ അങ്ങനൊക്കെ ഉണ്ട് കുട്ടികളെ, അല്ലേ? അങ്ങനൊക്കെ ഉണ്ട് എന്നായി പറഞ്ഞത്. എന്നാ 9 എന്നുള്ള ധാരാളം ഹദീസുകൾ 9 എന്നുണ്ട്. ചിലപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ആ 9 എന്ന് ചെറുശേഷം അത് പറയണതിന് പകരം 7 എന്ന് പേച്ച് പറഞ്ഞതായിരിക്കാം. ഇനി അതല്ല 7 എന്ന് പറഞ്ഞു നിൽക്കുക. അപ്പൊ അതിന്റെ പിന്നാലെ വല്ലാതെ സൈക്കിൾ എടുത്ത് കൂട്ടണമെന്ന് ഞാൻ അന്ന് പറഞ്ഞത്. കാരണം ഇത്ര 7 എന്നുള്ള ഹദീസുകളും ഉണ്ട് എന്ന്. അതുപോട്ടെ. പിന്നെ അപ്പൊ ഞാൻ ഹദീസൊന്നും വളച്ചൊടിച്ചിട്ടില്ല എന്ന് നമ്മൾ കണ്ടത് പറഞ്ഞതാണ്. വേറെ വിഷയമല്ല. ഇനിയുണ്ട് കേട്ടോ, ഇനിയുണ്ട്. ലഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല ബി ആയിഷത വഹിയ ഇബ്നതു 70. വേറെയുണ്ട്. എത്ര നിങ്ങൾ ഈ 7 എന്ന് കേൾക്കുമ്പോ വേറെ ഒന്നും കരുതണ്ടാന്ന്. ഒന്നിച്ച് വീട്ടിൽ താമസിച്ചു എന്ന്, ഇത്രയല്ലേ ഉള്ളൂ. ഒന്നിച്ച് വീട്ടിൽ താമസിച്ചു. ആയിഷ ബീവിനെ റസൂലുള്ളാഹിക്ക് എന്തോ തൃപ്തിയെന്ന് വെച്ചിട്ടാ, അല്ലെ? കളി സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടും ഒപ്പം കളിച്ചിട്ടും കഥ പറഞ്ഞു കൊടുത്തിട്ടും അങ്ങനെയല്ലോ. ഒരു 7 വയസ്സായ കുട്ടിനെ ഇങ്ങനെ ആരോ നോക്കേണ്ടതില്ലേ? സുമൈറത്തിനെ വിളിക്കും കൂടി ചെയ്തു. എത്ര ആയിഷ റളിയല്ലാഹുവിന്റെ ഹദീസിലൊക്കെ ഉണ്ട്, എന്റെ റസൂലുള്ളാഹി എന്റെ ചുണ്ടത്ത് ചുംബിച്ചിരുന്നു, അങ്ങനെയൊക്കെ എന്താണ് പറഞ്ഞേ? അതൊക്കെ ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്. അത്ര സന്തോഷത്തിലിരുന്നു അവർ തമ്മിൽ. അപ്പൊ ഇതിലിപ്പോ വേറെ ആരും ഇങ്ങനെ അപ്പൊ അല്ലേ ഹുമൈറത്തിനെ വിളിച്ചിരുന്നു അല്ലേ? ഹുമൈറത്തുള്ള ആ വാക്കുണ്ടല്ലോ, അത് വല്ലാത്തൊരു വാക്ക് തന്നെ. ഹുമൈറത്ത് പറഞ്ഞാല് പിന്നെ ചെറിയ ചുവപ്പാണ്. അപ്പൊ അത് ഒരു എന്തായാലും പറയാ, ഇളം ചുവപ്പ് അല്ലേ? ഇളം ചുവപ്പ് എന്നില്ല, അതിന് ഒറ്റ വാക്ക് വേറുണ്ടല്ലോ അല്ലേ? എന്തായാലും അല്ലേ, അത്ര ഒരു സ്നേഹമുള്ളൊരു വാക്കായിരുന്നു ആയിഷ ബീവിനെ റസൂലുള്ളാഹി അങ്ങനത്തെ ഒരു പേര് കൊണ്ട് വിളിച്ചിരുന്നത്. ഇനി ആയിഷ എന്നും വിളിച്ചിരുന്നു. അപ്പോ ഉസ്താദെ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഷൗക്കത്ത് താഴെക്കോട് എന്ന വ്യക്തിക്ക് ശാരീരികമായി സുഖമില്ല. ഉസ്താദ് പ്രത്യേകം പ്രാർത്ഥിക്കണം, കൗണ്ടിങ് കുറയുന്ന അസുഖമാണ് എന്ന് ജംഷീദ് കരുളായി ജിദ്ദ എന്ന് അതായത് എഴുതുന്ന ആള്, ഇത് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ആള് ജംഷീദ് കരുളായി ജിദ്ദയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹിതനാണ്. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാണ് ഈ അസുഖമുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹ്ലായ ഫള് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ആ സഹോദരന് പൂർണ്ണ ശിഫ നൽകട്ടെ. ആ കൗണ്ടിങ് ഒക്കെ അതിന്റെ വേണ്ടത് രീതിയിൽ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആക്കി കൊടുക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നിങ്ങൾ എന്റെ കുടുംബത്തിനും എനിക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ആബിദ് തങ്ങൾ പറയാണ്. ആബിദ് തങ്ങളുടെ കുടുംബത്തിനും ആബിദ് തങ്ങൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തും ഉയർച്ചയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആബിദ് തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന അഹ്ലുൽ ബൈത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബാണ് അല്ലേ? അള്ളാഹു റസൂലിന്റെ കുടുംബാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബലനല്ലേ? അഹ്മദ് ബിൻ ഹംബലിനെ അങ്ങേ അറ്റം ആക്രമിച്ച, ജയിലിലിട്ടില്ലേ അഹ്മദ് ഹംബലിനെ? റഹ്മാനാ റബ്ബേ, അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ഒക്കെ സഹിച്ച വിഷമങ്ങളുണ്ടല്ലോ. കയ്യിന്റെ കെണുപ്പിൽ നിന്ന് കയ്യിന്റെ പുറത്ത് ഇങ്ങോട്ട് പോന്നിരുന്ന പിന്നെ അക്രമം കാരണം, പിന്നെ വലിയ ചുമക്കാൻ സാധിക്കാത്ത അത്രയും വലിയ പിന്നെ ഇരുമ്പിന്റെ ചങ്ങലകൾ തളച്ചിട്ട് ഇരുന്ന് ജയിലിലേക്ക് കൊണ്ടുപോയിരുന്നത്, വിചാരണക്ക് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ അങ്ങേറ്റം വല്ലാതെ ആക്രമിച്ചു അന്നത്തെ ഭരണാധികാരി അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ. എന്നിട്ടും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ ഭരണാധികാരിക്ക് എതിരിൽ ഒന്നും ദുആ ചെയ്തില്ല. അതിന് കാരണം തന്നെ പറഞ്ഞത് എന്താ? ഭരണാധികാരി അന്നത്തെ ഖലീഫ അഹ്ലുൽ ബൈത്താണ്.
ഞാനിങ്ങനെ ദ്വാരന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം ഇത് നരകത്തി കടക്കുമല്ലോ. പിന്നെ റസൂലുള്ളാന്റെ മുമ്പിൽ ഞാനിങ്ങനെ നിൽക്കുകയെന്നാ അല്ലേ? റസൂലുള്ളാന്റെ ഒരു കുടുംബക്കാരനെ ഞാൻ കാരണം നരകത്തി കടക്കേണ്ടി വന്നു, പിന്നെ റസൂലുള്ളാന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ പോയി നിൽക്കുക? അപ്പൊ റസൂലുള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കണല്ലോ, മാന്യമായിട്ട് നിൽക്കണല്ലോ. ഞാൻ കാരണം റസൂലുള്ളാന്റെ കുടുംബക്കാരൻ നരകത്തിക്കായിട്ട് പിന്നെ റസൂലുള്ളാന്റെ മുമ്പിൽ എനിക്ക് പോയി നിൽക്കാൻ പറ്റൂല്ലോ എന്നൊക്കെയാണ് മഹാന്മാരൊക്കെ ചിന്തിച്ചത്. അപ്പൊ അഹ്ലുൽ ബൈത്താകാൻ റസൂലുള്ളാന്റെ കുടുംബക്കാരാകുക എന്ന് പറഞ്ഞാലേ അത് ചെറിയൊരു ഒരു വിഷയമല്ല. അപ്പൊ ഞങ്ങളുടെ കാര്യത്തിലൊക്കെ ദ്വാരക്കണം എന്ന് പറയണം. പിന്നെ എന്താണ് അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഭാര്യ ഭർത്താവിനെ ജനാബത്ത് കുളിപ്പിക്കാൻ പറ്റുമോ? കുളി വീടുമോ? അപ്പോൾ ഉളു കൂടി എടുത്താലോ? ഭാര്യ ഭർത്താവിനെ ജനാബത്ത് കുളിപ്പിക്കുകയോ ചെയ്യാം. എന്ത് ജനാബത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാല് അല്ലേ, ഒളു മുറിയോന്നല്ലേ? ഒളു മുറിയും. പിന്നെ ഒളുണ്ടാക്കി കൊടുക്കുമ്പോ തൊടണ്ട. ഒളുണ്ടാക്കി കൊടുക്കേണ്ട സമയത്ത് ഭാര്യ ഭർത്താവിനെ ജനാബത്ത് കുളിപ്പിച്ചു കൊടുക്കാറുണ്ട്. മേത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെ, തേച്ചരച്ചു കൊടുക്കുക, അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നീട് അയാൾക്ക് ഒന്നുണ്ടാക്കി എടുത്തു കൊടുത്തതിന് ശേഷം അങ്ങനെ കയ്യിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അയാൾ തന്നെ ചെയ്യുകയാണെങ്കിൽ മുറിയില്ലോ. അതേ സമയത്ത് ഒന്നിന്റെ അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കഴുകിയതിനു ശേഷം ഭാര്യ ഭർത്താവിനെ കിട്ടു, എന്നാലും അയാളുടെ ഒന്നു മുറിയും. പിന്നെ ഒന്നും മുറിയാതിരിക്കണമെങ്കിൽ രണ്ടാമൊരു കാര്യമുള്ളത് അല്ലേ, ഭർത്താവിന് സുഖമില്ല നിൽക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യം അവളുടെ സഹായം കൂടാതെ ഒന്നു കൊടുക്കാൻ ആൾക്ക് സാധിക്കൂല. വേറെ ആരും ഒന്നു കൊടുക്കാനില്ല, അവൾ തൊടാതെ യാതൊരു മാർഗവും ഇല്ല. രണ്ടാമൊരു കാര്യം ചെയ്യും. ഷാഫി മദ്ഹബിൽ തന്നെ തൊട്ട ആളുടെ ഒന്നു മുറിയില്ല, തൊട്ട ആളുടെ ഒന്നുവേ മുറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫി മദ്ഹബിൽ തന്നെ അങ്ങനെ അഭിപ്രായമുണ്ട്, നമ്മുടെ മദ്ഹബിൽ തന്നെ അങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പൊ ആ അഭിപ്രായം സ്വീകരിക്കുക. ആ സമയത്ത് ഷാഫി മദ്ഹബിൽ തന്നെ പെട്ട ആ അഭിപ്രായം തൊട്ടപ്പോ ഭാര്യ തൊടുന്നത്, അപ്പൊ അവിടെ ഒന്നുവേ മുറിയുള്ളൂ, തൊടപ്പെട്ട ആളെ മുറിയില്ല എന്ന അഭിപ്രായം ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. അത് സ്വീകരിക്കാവുന്നത്. അല്ലെങ്കിൽ ഹനഫി മദ്ഹബ് പ്രകാരമാണെങ്കിൽ അന്യ സ്ത്രീകൾ തൊട്ടാൽ, അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ ഒന്നും മുറിയിലാണ്. പിന്നെ എന്റെ ഒരു ബന്ധു സിഹർ, അതായത് മാരണം മൂലം കഷ്ടപ്പെടുന്നു. നല്ല ചികിത്സ നൽകുന്ന പണ്ഡിതൻ ആരാണ്? പഠിച്ചോനെ എനിക്കത് അറിയില്ല കേട്ടോ. എന്താ ഇതൊക്കെ പിന്നോട് ചോദിച്ചാൽ എങ്ങനെ അറിയാ? എനിക്കതിനെ കുറിച്ച് അറിയില്ല. അപ്പോ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഭാര്യയുടെ കാലിന്റെ ചിരട്ട തെറ്റിയതിനാൽ അവിടെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഒളു എടുക്കാൻ എന്ത് ചെയ്യണം? കാലിന്റെ ചിരട്ട പ്ലാസ്റ്റർ ഇടിച്ച് ഒളുണ്ടാക്കേണ്ട പ്രശ്നം ഒളുവിന്റെ അവയവമൊന്നുമല്ലല്ലോ. ഇനി എപ്പോഴാണ് സംവാദം റിപ്ലൈ? സംവാദം ഇൻഷാല്ലാ നമുക്ക് ഇടയ്ക്കൊക്കെ റിപ്പോർട്ട്. ഇപ്പൊ ആൾക്കാരൊക്കെ ഫീം ചോദിക്കേണ്ടത് ഈ റിക്കാർഡ് റിപ്ലൈ ചെയ്യുന്ന ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണ്ട. ആദ്യത്തെ സംവാദ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ മുടി വിഭാഗവുമായി. ആ സംവാദ വ്യവസ്ഥയും അതുപോലെ തന്നെ മുജാഹിദീങ്ങളുമായി ഉണ്ടായ ആ സംവാദവും അല്ലേ. എനിക്ക് എന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിട്ടില്ല. ഏത് അബൂ ഇഹ്സാൻ ഉണ്ടല്ലോ, അയാൾ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഈ സംവാദ സംബന്ധമായി മറ്റൊക്കെ ഇടയ്ക്ക് PM-ലൂടെയും ടെലിഫോണിലൂടെ ഒക്കെ ബന്ധപ്പെടാറുണ്ട്. അപ്പൊ നമ്മളോട് ഒരു അങ്ങനെ ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് അർത്ഥം. പക്ഷെ മൂപ്പരാക്ക് ആ ദേഷ്യം പിടിച്ചപ്പോണ്ടല്ലോ, ആ ദേഷ്യം പിടിച്ചപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ചിരിയാണ് വന്നത്. മൈക്കണ്ടെടുത്ത് ദേഷ്യം പിടിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടാണ് പോയാലും മൂപ്പരില്ലേ. അപ്പൊ ഇൻഷാല്ലാ സംവാദ വ്യവസ്ഥ എപ്പോഴാണ് അല്ലേ, ഇനിയിപ്പോ പ്രത്യേകമായ ലൈവ് പരിപാടി ഒന്നും എന്റെ ഈ PM ഈ ഫിഖ് സംബന്ധമായ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നുള്ള ഈ പരിപാടി, അതിനുശേഷം പ്രത്യേകമായ ലൈവ് പരിപാടി ഒന്നും ഇല്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഇവിടെ പിന്നെ പ്ലേ ചെയ്യുന്ന പ്രതീക്ഷിക്കാം. അത് ഈറ പിടിക്കാൻ അതിന് പറച്ചില്ല, കുട്ടികൾക്കൊക്കെ തന്നെ പറച്ചില്ല. കുട്ടികൾ ഇങ്ങനെ ഈറ പിടിച്ച് ചീറുക എന്ന് പറയും കുട്ടികളെ കുറിച്ചല്ലേ. ആ കുട്ടികളെ സംബന്ധിച്ചൊന്നും രസമാണല്ലേ, കുട്ടികൾക്ക് ഈറ പിടിച്ച് ചീറല്. അതിന് അതിൻ്റെതായ സൗന്ദര്യം ഉണ്ട്. അതുപോലെയാണ് ഇപ്പൊ അന്നുണ്ടായത് എന്നർത്ഥം. പിന്നെ അപ്പോ
ഭാര്യയുടെ കാലിന്റെ ചിരട്ടക്ക് അവിടെ പ്ലാസ്റ്റർ ഇട്ടോണ്ടേ ഒതു കൊടുക്കാൻ എന്താ പ്രശ്നം? ഒതു എടുക്കാൻ എന്ത് ചെയ്യണം? ഒതു എടുക്കാൻ പ്രശ്നമില്ലല്ലോ. കാരണം ഒതുവിന്റെ ചിരട്ടമ്മ കഴുകണം. അവിടെ ചിരട്ട എന്ന് പറഞ്ഞതല്ലേ കാലിന്റെ മുട്ടിലുണ്ടാകണം, അതല്ലേ കാലിന്റെ ചിരട്ട. ഒതുവിന്റെ അവയവത്തിനൊരു പ്രശ്നം വരുന്നില്ല. അപ്പൊ അവിടെ ശരിക്കും കഴുകുക തന്നെ ചെയ്യാം. ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. ജനാബത്ത് കുളിക്കുമ്പോഴാണ് പ്രശ്നമല്ലേ? ജനാബത്ത് ഉണ്ടെങ്കിൽ അവിടെ ജനാബത്ത് കുളിക്കുമ്പോ അവിടെ ആ ഭാഗത്തൊക്കെ കഴുകണം. അവിടെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കഴുകാൻ പറ്റില്ല. അപ്പൊ അതല്ലാത്ത ഭാഗങ്ങളൊക്കെ കഴുകുകയും ആ ഭാഗത്ത് വെള്ളം കൊണ്ട് തടവുകയും ആ ഭാഗത്തിന് വേണ്ടി തേമം ചെയ്യുകയും ചെയ്യണം. ഏത് ജനാബത്ത് കുളിക്കുമ്പോ ഒന്നും എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ദുആ ചെയ്യുക, ദുആ ഇറക്കുക എന്നാണ്. ആയിക്കോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വേഗം ശിഫ നൽകി നല്ല പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അല്ലാഹു എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരട്ടെ. ആമീൻ. ചിലപ്പോൾ ഞെരിയാണി ആയിരിക്കാം അല്ലേ? ചിരട്ടാന്ന് ചിലപ്പോൾ ഞെരിയാണി ആയിരിക്കാം. ഞെരിയാണി ആണെങ്കിൽ അവിടെ ഒളു ചെയ്യുന്ന സമയത്ത് എന്ത് വേണം? കാല് കഴുകുന്ന ആ സമയത്ത് ആ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ശരിക്കും കഴുകുകയും പ്ലാസ്റ്ററിന്റെ മേലെ വെള്ളം നനച്ച് കൈമ വെള്ളം നനച്ചിട്ടേ തടവുകയും വേണം. പിന്നെ തേമം ചെയ്യും വേണം. ആ കാല് കഴുകുന്ന സമയത്ത് തേമം ചെയ്യുകയും വേണം. തേമം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കാലിന്റെ മേൽ മണ്ണ് പിന്നെ അടിക്കാനല്ല, മണ്ണടിച്ച് തടവാന്നല്ല. തേമം ചെയ്യുന്ന മുഖത്തും കൈമലും മണ്ണിൽ അടിച്ച് പിന്നെ തടവുന്നതിനാണുള്ള തേമം എന്ന് പറയാം. അപ്പൊ അങ്ങനെ ചെയ്യണം. കാലുമ ആക്കിയാ പോരാന്നർത്ഥം. അത് പറ്റൂലാന്ന്. പിന്നെ എന്താണ് സുബ്ഹി നമസ്കാരം ബാങ്ക് കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് നിസ്കരിക്കാമോ? പടച്ചോനെ, അങ്ങനെ വഖ്തത്തിന്റെ മുമ്പ് എങ്ങനെ നിസ്കരിക്കുക? സുബ്ഹി നിസ്കാരം ബാങ്ക് കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് എങ്ങനെ നിസ്കരിക്കാൻ പറ്റൂല്ലോ? ഏതൊരു നിസ്കാരം നിസ്കരിക്കണമെങ്കിലും അതിന്റെ വഖ്ത് കടക്കണ്ടേ? സുബ്ഹിയുടെ വഖ്ത് കടക്കുക ഫജ്ർ സാദിഖ് ഒളിവാകുമ്പോഴാണ്. ഫജ്ർ സാദിഖ് ഒളിവാകുന്ന കിഴക്കൻ ചക്രവാളത്തിൽ ഒരു പ്രകാശം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് സുബ്ഹിന്റെ പിന്നെ സമയം കടക്കുക. അപ്പൊ തന്നെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതിന്റെ വഖ്ത് കടക്കുന്നതിന്റെ മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മൂത്ത മകൾ SSLC കഴിഞ്ഞു. വഫിയക്ക് ചേർക്കണം എന്നാണ് താല്പര്യം. മകൾക്കും താല്പര്യമാണ്. അഡ്മിഷൻ കിട്ടാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മാർഗങ്ങളൊക്കെ എളുപ്പാക്കി തരട്ടെ. അവൾക്ക് ആ പരീക്ഷയിലൊക്കെ നല്ല വിജയം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആഗ്രഹം പോലെ, അവളുടെയും നിങ്ങളുടെ ആഗ്രഹം പോലെ ആ കുട്ടിയെ നല്ലൊരു വഫിയ ആക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. കുട്ടികളിപ്പോ അല്ലേ വല്ലാത്തൊരു സന്തോഷം. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം തിരിയാന്ന് പറഞ്ഞല്ലേ? കുട്ടികളൊക്കെ ഇപ്പൊ വഫിയകളും പിന്നെ സഹറവിയകളും ഒക്കെ ആകുക. എന്നിട്ട് പിന്നെ പിന്നെ ഞാനിപ്പോ ഒരു കുട്ടിക്ക് ഓതി കൊടുത്തിരുന്നു. നമ്മുടെ റൂമിലുണ്ടാകുന്ന കുട്ടി തന്നെയാണ്. മറ്റേ ഏതാണ് അദബുൽ മുഫ്രദ്, അതുപോലെ തന്നെ ഖത്തർനദ, അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഓഫിയയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടുന്ന് ടെലിഫോൺ മുഖേന ഓതി കൊടുത്തിരുന്നു ഞാൻ. അപ്പൊ ആ കുട്ടികളൊക്കെ വളരെ ഉഷാറാണ്. അപ്പൊ ഒരു സന്തോഷമാണല്ലേ കിതാബുകളൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് അറിയാന്ന് പറയാം. മറ്റപ്പോ പഴയ സ്ത്രീകളൊക്കെ ആണെങ്കിൽ കിതാബുകളുടെ പേരും കൂടി അറിയില്ല അല്ലേ? അപ്പൊ അൽഹംദുലില്ലാ അങ്ങനത്തെ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല അതിന്റെ മാർഗങ്ങൾക്ക് അല്ലാഹു തആല എളുപ്പാക്കി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഉമ്മാനെ പരിശോധനക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. ദുആ ചെയ്യണം. എനിക്കും സുഖമില്ല, ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും ഉമ്മാക്കൊക്കെ പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തോടു കൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. കുളിക്കുമ്പോൾ ചെറിയ അശുദ്ധിയെയും വലിയ അശുദ്ധിയെയും ഞാൻ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് കുളിച്ചാൽ പിന്നീട് വുളു ചെയ്യേണ്ടതുണ്ടോ? വേണ്ട, പിന്നീട് വുളു ചെയ്യേണ്ടതില്ല. നീ ചെറിയ അശുദ്ധിയുടെ നിയ്യത്ത് വെക്കണമെന്നൊന്നുമില്ല.
വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന നീയത്ത് മാത്രം വെച്ചാലും അല്ലെ, വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന നീയത്തോടു കൂടി മാത്രം പിന്നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വെച്ചിട്ടുള്ളൂ, അത് മാത്രമേ കരുതിയിട്ടുള്ളൂ. എന്നാലും വലിയ ശുദ്ധി ഉയർന്നതോട് കൂടി ചെറിയ ശുദ്ധിയും ഉയരും. വലിയ ശുദ്ധി ഉയരുന്നതിനോട് കൂടി ചെറിയ ശുദ്ധിയും ഉയരും. എന്താണ് അതിന് കാരണം? ഈ വലിയ ശുദ്ധി എന്ന് പറഞ്ഞതാണ് ശരീരത്തിൽ ആകെ ഉള്ള അശുദ്ധി ഉയർത്തലല്ലേ. ശരീരം ആകെ വെള്ളം നനക്കുക അല്ലെ, വെള്ളം ഒലിപ്പിക്കുക. നനക്കുക എന്ന് പറഞ്ഞാൽ പോരാ, വെള്ളം സെയിലാൻ ഷർത്താണ്. വെള്ളം എന്ത് ചെയ്യണം? അങ്ങനെ ഒലിക്കണം. ഒലിക്കുന്ന പറഞ്ഞാൽ ഒലിച്ചു പോകണം അല്ലേ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ തൊട്ട് പറ്റിയാ പോരാന്ന്. വെള്ളം മുക്കി നനച്ചാ പോരാ, അല്ലെങ്കിൽ തുടക്കലുണ്ടല്ലോ അങ്ങനെ ചെയ്താൽ പോരാന്നർത്ഥം. അപ്പൊ അങ്ങനെ ശരീരത്തിൽ മുഴുവൻ വെള്ളം എത്തിച്ചു നിൽക്കുക, എന്നാൽ വലിയ ശുദ്ധി വരും. ആ ശരീരത്തിൽപ്പെട്ട പിന്നെ അവയവം തന്നെ, ആ ശരീരത്തിൽ ആകെയുള്ള അവയവങ്ങളിൽപ്പെട്ട തന്നെയുള്ള ഇപ്പൊ ഇത് കയ്യും പിന്നെ കാല് മുഖമൊക്കെ ഉള്ള അല്ലെ, വുളുവിന്റെ അവയവങ്ങൾ, അതൊന്നും തന്നെയല്ല ഇപ്പൊ. അപ്പൊ അങ്ങനെ ഉണ്ടായാൽ മതി. അപ്പൊ വലിയ ശുദ്ധി ഉയരുന്നതിനോട് കൂടി ചെറിയ ശുദ്ധി ഉയരും. പക്ഷെ അവിടെ ഒരു വിഷയമുള്ളത്, വലിയ ശുദ്ധി ഉയരുന്നതോടുകൂടി ചെറിയ ശുദ്ധി ഉയരും എന്ന് പറഞ്ഞപ്പോഴാണ് ചെണ്ട പിന്നെ വുളുവിന്റെ അവയവങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നനഞ്ഞതിന് ശേഷം അവന്റെ ഒതു മുറിയാൻ പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളം അങ്ങനെ വലിയ ശുദ്ധി അതിനെ ഉയർത്തുന്ന നീയത്തോടു കൂടി വെള്ളം അങ്ങനെ മുക്കി പാരുകയാണ്. അങ്ങനെ മുഖം കഴുകലൊക്കെ കഴിഞ്ഞില്ലേ, അവന്റെ മുഖമൊക്കെ നനയിലൊക്കെ കഴിഞ്ഞ്, അങ്ങനെ പിന്നീട് അങ്ങനെ കൈയൊക്കെ നനഞ്ഞ് അല്ലേ, പിന്നെ അങ്ങനെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഉരക്കണ സമയത്ത് അവന്റെ മുട്ടൂക്കന്റെ ഇടയിലുള്ള സ്ഥലങ്ങളൊക്കെ ഉരക്കണ സമയത്ത് അവന്റെ ഗുഹ്യസ്ഥാനത്തിന്റെ മേൽ അവന്റെ മുങ്കൈന്റെ പട തട്ടി നിൽക്കുക. എന്നാലോ അപ്പൊ അതുവരെയൊക്കെ എടുത്ത ഒന്നുണ്ടല്ലോ, അത് മുറിഞ്ഞ് അല്ലേ, അത് മുറിഞ്ഞ്, അത് പറ്റൂല. അപ്പോ വുളുവിന്റെ അവയവങ്ങൾ നീതിലോ നനഞ്ഞതിന് ശേഷം വുളു മുറിഞ്ഞാൽ പിന്നെ അവൻ പിന്നെ വേറെ വുളു എടുക്കണം. പിന്നെ അതല്ലെങ്കിൽ അതോടുകൂടി വലിയ ശുദ്ധി വരുന്നതിനോട് കൂടി പിന്നെ ചെറിയ ശുദ്ധിയും വരും. എന്ന് വെച്ചാൽ വുളു ലഭിക്കുകയും ചെയ്യുന്ന അർത്ഥം. തൃപ്തിബൊന്നും വേണ്ട, വലിയ ശുദ്ധി തന്നെ ഉയർന്നില്ലേന്ന്, വലിയ ശുദ്ധി തന്നെ ഉയർന്നില്ലേ, പിന്നെ അല്ലേ വലിയ ശുദ്ധി തന്നെ ഉയർന്ന് അവന് ശരീരത്തിൽ ആകെ വെള്ളം മുക്കി പാർന്ന് ശരീരത്തിൽ ആകെ ഉള്ള അശുദ്ധി തന്നെ ഉയർന്ന്. വുളുവിന്റെ അവയവങ്ങളിലുള്ള പിന്നെ അശുദ്ധി മാത്രമല്ല, ആകെയുള്ള അശുദ്ധി തന്നെ ഉയർന്നിട്ടുണ്ട്. ഇത് ജനാബത്ത് ഉയരുന്നതിനോട് കൂടി ലഭിക്കുന്ന ഒരു വിഷയമാണ് ഏത്, ഈ ചെറിയ അശുദ്ധിയും ഉയരുക എന്നുള്ളത്. നേരെ മറിച്ച് ഒളു എടുക്കാൻ നിൽക്കുക. ഒളു എടുക്കുമ്പോൾ എന്ത് വേണം? അവിടെ തർത്തീബ് വേണം. ഒരാൾ സലാം പറഞ്ഞ് മൈക്ക് വെച്ചാൽ പിന്നെ എടുക്കുന്നവൻ സലാം പറയുമ്പോൾ ആദ്യത്തേതിന് മടക്കുന്നു എന്ന് കരുതിയാൽ പോരെ, പ്രത്യേകം മടക്കേണ്ടതില്ല. അങ്ങനെ തന്നെ മതിയത്. അല്ലെങ്കിൽ മടക്കുന്നോണ്ട് വിരോധം ഉണ്ടായിട്ടില്ല. അറിയാൻ ഒരാൾ അസ്സലാമു അലൈക്കും എന്ത് ചെയ്ത് സാധാരണ അസ്സലാമു അലൈക്കും എന്നിട്ട് മൈക്കട വെച്ച് പിന്നീട് അടുത്ത ആൾ മൈക്കെടുക്കുന്ന സമയത്ത് വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി എന്നൊരു പറഞ്ഞിട്ട് പിന്നെ വേറൊരു അസ്സലാമു അലൈക്കും ഒന്നും കൂടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞു നിൽക്കുക, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. കാരണം അയാൾ രണ്ടാമത്തെ ആൾ മൈക്കെടുത്ത് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോഴേ ഈ ഇപ്പോഴുള്ള ആളുകൾക്ക് സലാം ചെല്ലലും കഴിഞ്ഞ് സലാം ചെല്ലിയ ആൾക്ക് മടക്കലും രണ്ടും കൂടി കരുതാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ആവുന്നതുകൊണ്ട് വിരോധമില്ല. അങ്ങനെ വേറെ മടക്കിക്കോണം എന്നില്ല എന്ന് ഞങ്ങൾ ചെയ്യുന്നോണ്ട് വിരോധമൊന്നുമില്ല. പെങ്ങളുടെ മകളുടെ കല്യാണം നോക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയി, പക്ഷേ ഒന്നും ശരിയാകുന്നില്ല, ദുആ ചെയ്യുക. ഈ ആള് മുമ്പ് നമുക്ക് പിഎം ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്, നമുക്കറിയില്ല. ഏതായാലും ശരി അല്ലേ, ചില പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ കണ്ട 23, 24 വയസ്സായ 29 വയസ്സായ ആളൊക്കെ പറഞ്ഞില്ല, 27, 29 വയസ്സായ ഇപ്പൊ അടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അനുയോജ്യരായ അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിലുള്ള കാര്യം എത്രയും വേഗം ശരിയാക്കി കൊടുക്കട്ടെ. ഈ കുട്ടികളെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴല്ലേ ഒരാൾ വരിക, എന്നിട്ട് അവർക്ക് കാണാൻ വേണ്ടി ഒന്ന് നിന്നൊടുക്കുക, പിന്നെ അത് പറ്റൂല എന്ന് കേൾക്കുക. അപ്പൊ ആ കുട്ടിക്ക് തന്നെ മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമമായതല്ലേ. പിന്നെ പിന്നെയും വരിക, അയാളെ മുമ്പിൽ ഒന്ന് നിന്നൊടുക്കുക, പിന്നെ കേൾക്കുക അതും പറ്റിയിട്ടില്ല എന്ന്. ഇങ്ങനെ ഒരു അവസ്ഥാന കുട്ടികൾക്ക് വല്ലാത്തൊരു വിഷമമുള്ള ഏർപ്പാടാണ്. അതേ സമയത്ത് എത്ര നല്ല കറുത്ത കുട്ടികൾ കാണാൻ അന്തുണ്ടാവില്ലല്ലേ, പക്ഷെ അതേ സമയത്ത് ആദ്യത്തെ കാര്യം തന്നെയാണ് ശരിയായിട്ടുണ്ടാവും. ആദ്യത്തെ കാര്യം തന്നെ ശരിയാണ്. അങ്ങനത്തെ എത്ര സംഭവങ്ങൾ. എന്നാൽ കാണാൻ നല്ല ഉഷാറുള്ള കുട്ടികളായിരിക്കും, പക്ഷെ എത്ര ആയാലും ശരിയാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ അപ്പൊ കുട്ടികൾ അങ്ങനെ മാനസികമായിട്ട് അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടികൾക്ക് ഒരു
പിന്നെ ഭാര്യ ഒരു ഭർത്താവിനെ പിന്നെ കണക്കാക്കിയിട്ടുണ്ട് എങ്കിൽ അത് എങ്ങനെയാലും വരുമല്ലോ. പക്ഷെ അതിനൊരു സമയം ഉണ്ടാവും. ആ സമയം ഉണ്ടാവുമ്പോൾ അതാണ് ശരിയായിക്കോളും. ഇനി പടച്ചവനെ കണക്കാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞും കാര്യമില്ല. ഏതായാലും നമുക്ക് ദുആ ചെയ്താൽ അതിന്റെ പ്രതിഫലം പടച്ചവൻ തരും ചെയ്യും. ഏതായാലും ആ കുട്ടികൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യം എത്രയും വേഗം ശരിയാക്കി കൊടുക്കട്ടെ. അവരെയും അവരുടെ കുടുംബത്തെയും സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വേഗം ശരിയാക്കി കൊടുക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നടന്നുകൊണ്ട് നിയ്യത്ത് വെക്കാൻ പറ്റുമോ? നടന്നുകൊണ്ട് നിയ്യത്ത് വെക്കാനല്ലേ, നടന്നുകൊണ്ട് നാവ് കൊണ്ട് പറയുന്ന നിയ്യത്തുണ്ടല്ലോ. എന്ന് വെച്ചാല് നാവ് കൊണ്ട് പറയുന്ന നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതുന്ന നാവ് കൊണ്ട് പറയുന്ന സുന്നത്തുണ്ടല്ലോ ആദ്യം അല്ലേ. അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്താണ്, ആ അല്ലാഹു അക്ബർ പറയുന്ന സമയത്താണ് മനസ്സിൽ കരുതേണ്ടത്. ഉസല്ലി ഫർള ളുഹ്രി നടക്കണ്ടല്ലോ, ളുഹ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്താണ് മനസ്സിൽ കരുതേണ്ടത്. അത് നടന്നിട്ട് പറ്റൂല അല്ലെ, അത് നടന്നിട്ട് പറ്റൂല. കാരണം അല്ലാഹു അക്ബർ എപ്പോഴാ പറയാ? അല്ലാഹു അക്ബർ പറയുമ്പോ നിന്നിട്ടില്ലേ, നിന്ന് പിന്നെ അങ്ങനെ അതിനുശേഷം അല്ലാഹു അക്ബർ പറയാം. അപ്പൊ ആ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്തായിരിക്കണം മനസ്സിൽ കരുതേണ്ടത്. പക്ഷെ മനസ്സിൽ കരുതുന്നതിന് മുമ്പ് ആ കരുതപ്പെടുന്ന കാര്യം ഒന്ന് നാവ് കൊണ്ട് പറയൽ സുന്നത്തുണ്ട്. അത് നടന്നുകൊണ്ടാവുക ചെയ്യാം. ഒരാള് ഉസല്ലി ഫർള ളുഹ്രി എന്നൊക്കെ ആള് നടന്നുകൊണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ വന്നതിന് ശേഷം അല്ലാഹു അക്ബർ എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് വിരോധമില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഉമ്മയും ഇളയമയും അടുത്ത മാസം 1-ാം തീയതി ഉംറക്ക് പോകുന്നു. അവർ രണ്ടുപേരും സുഖമില്ലാത്തവരാണ്. ഉസ്താദ് അവർക്ക് പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ യാത്ര ചെയ്യാനും അവരുടെ അമലുകളൊക്കെ തൃപ്തിപ്പെട്ട രീതിയിൽ റാഹത്തായ രീതിയിൽ ചെയ്യാനും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിനുള്ള ആരോഗ്യം അവർക്ക് അല്ലാഹു നൽകട്ടെ. അള്ളാഹു കാര്യങ്ങളൊക്കെ നല്ല രീതി, അമലുകളൊക്കെ നല്ല റാഹത്തായ രീതിയിൽ ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യുകയും ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മക്കൾ സാലിഹാവാനും ഹാഫിളാവാനും ഹാഫിളാവാനും സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത വലിയ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അപകടങ്ങളും തന്നെ പരീക്ഷിക്കാതിരിക്കാനും അവസാനം എല്ലാവർക്കും ഈമാൻ സലാമത്താവാനും ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളൊക്കെ നിങ്ങളുടെയും നമ്മുടെയൊക്കെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളാക്കി തരട്ടെ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളാക്കി തരട്ടെ. ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്നവരാക്കട്ടെ. പിന്നെ മക്കള് ഹാഫിളാവാന് അല്ലെ, അതിപ്പോ എല്ലാവർക്കും അതിനിപ്പോ സൗകര്യം ഒരാൾക്ക് കുറെ മക്കളുണ്ടെങ്കിൽ കുറച്ചെങ്കിലും മക്കളെ ഹാഫിളീങ്ങളാക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഹാഫിളിന് ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി അല്ലെ ആൾക്ക് ഖബറിൽ അദ്ദേഹം ശിക്ഷ ഉണ്ടാവില്ല എന്നല്ല, അദ്ദേഹത്തിന്റെ അയാളുടെ മയ്യിത്ത് നശിക്കൂല എന്നാ. ഖബറിൽ നശിക്കൂല, മയ്യിത്ത് നശിക്കൂല. പിന്നെ ഹാഫിളീങ്ങൾക്ക് കുറെ ആളുകളെ ശഫാഅത്ത് ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ കടത്താനൊക്കെ ഉള്ള അധികാരമൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഈമാൻ സലാമത്താക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ നല്ല രീതിയിൽ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം കണ്ടു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നെ സഹിക്കാനും ക്ഷമിക്കാനൊക്കെ ഉള്ള കഴിവ് അല്ലാഹു നൽകട്ടെ. സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത രോഗങ്ങൾ അപകടങ്ങളൊക്കെ തന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെന്താണ്, ബഹുമാനപ്പെട്ട ഉസ്താദെ, ഞാൻ നിതാഖാത്ത് കാരണം ഇപ്പോൾ നാട്ടിലാണ്.
KICR നമ്മൾ മുമ്പ് വായിച്ചില്ലേ? KICRന്റെ ഒരു സ്ഥിരം ശ്രോതാവ്, റേഡിയോ ശ്രോതാവാണ്. എന്റെ മകൾക്ക് ഞാൻ നാട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മകള് ഒരു ഹിന്ദി ടീച്ചറാണ് അല്ലെ, 24 വയസ്സായിട്ടുണ്ട്, ഹിന്ദി ടീച്ചറാണ്. കളർ കുറച്ച് കുറവായത് കാരണം കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് അല്ലാഹു അവന്റെ മഹളായ ഫദ്ല് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് നല്ല റാഹത്തായ ഒരു കാര്യം എത്രയും വേഗം ശരിയാക്കി കൊടുത്തുകൊണ്ട് ആ കുട്ടിയെയും അതിന്റെ കുടുംബത്തെയും അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. റസൂലുള്ളാഹിനെ എങ്ങനെ കണ്ടാലും സ്വപ്നത്തിൽ നല്ലതാണ്. റസൂലുള്ളാഹിനെ എങ്ങനെ കണ്ടാലും നല്ലത് തന്നെയല്ല. റസൂലുള്ളാഹിനെ കാണാൻ അതിനേക്കാൾ നല്ല കാര്യം പിന്നെ എന്താ അല്ലേ? സ്വപ്നത്തിലൂടെ അള്ളാഹുവിന്റെ റസൂലിനെ ദർശിക്കുക, ഒന്ന് കാണുക. അത് എങ്ങനെ ഇരിക്കുന്നത് കണ്ടാലും നടക്കുന്നത് കണ്ടാലും എങ്ങനെയാലും ശരി, റസൂലുള്ളാഹിനെ കാണുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ വിഷയം എന്നല്ല. അത് എല്ലാവർക്കും അങ്ങനെ ലഭിക്കാത്തൊരു വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ചില ആളുകൾ കണ്ണുണ്ട് അടക്കുമ്പോഴും കാണുന്നുണ്ട് എന്നാ പറഞ്ഞത് അല്ലേ? അതേ സമയത്ത് വലിയ വലിയ മഹാന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞ അവരൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞത് റസൂലുള്ളാഹിനെ കണ്ട സ്വപ്നം കണ്ടിട്ടുണ്ട്. ആരെ കുറിച്ച്? ബഹുമാനപ്പെട്ട കന്യത്ത് ഹുസൈനെ പോലെയുള്ള ആളുകളെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞത്. ഖറാഅത്ത് പോലും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും പറയുന്ന ബഹുമാനപ്പെട്ട കന്യത്ത് ഹുസൈനെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞ അദ്ദേഹം ഒരിക്കലും കണ്ടു അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് പിന്നെ ചില സംശയങ്ങൾ ചോദിച്ചു, റസൂൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എന്നൊക്കെ പിന്നെ ബഹുമാനപ്പെട്ട കന്യത്ത് ഹുസൈനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അത് വിചാരിച്ചപ്പോ അതിനേക്കാളും പിന്നെ കന്യത്ത് ഹുസൈനെ പോലത്തെ അല്ലാത്ത ആളുകളൊന്നും കാണൂല എന്നല്ലേ പറഞ്ഞിട്ടോ അല്ലേ? അങ്ങനെ അല്ലാത്തവർ കാണൂല എന്നല്ല അത്ര. പിന്നെ ഇങ്ങനെ അറിയാം, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പ്രാവശ്യം സ്വപ്നം കണ്ടിട്ടുണ്ടാകുന്നത്. അതിപ്പോ ആ കുട്ടികളൊക്കെ മനസ്സല്ല വിഷയം, മനസ്സിൽ വല്ലാത്ത ആഗ്രഹവും പടച്ചോനെ പേടിയും റസൂലുള്ളാഹിനോടുള്ള വല്ലാത്ത ആഗ്രഹമൊക്കെ ഉണ്ടാകുമ്പോ അങ്ങനെ കാണുമല്ലോ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. നാവിന് ക്യാൻസർ. അൽഹംദുലില്ലാഹ് എന്റെ 2 സർജറി കഴിഞ്ഞു. ഇപ്പോൾ റൂമിൽ വന്നതേ ഉള്ളൂ. പടച്ചോനെ, സംസാരിച്ചു തുടങ്ങിയില്ല. അൽഹംദുലില്ലാഹ് എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ദുആ ചെയ്ത എല്ലാവർക്കും വേണ്ടി അറിയിക്കുക. ഇനിയുള്ള ട്രീറ്റ്മെന്റ് എല്ലാം ഭംഗിയാക്കി ശിഫയെ നൽകാൻ ദുആ ചെയ്യണം. ഉസ്താദെ വളരെ അധികം നന്ദിയോടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നമ്മുടെ സഹോദരൻ അദ്ദേഹം അത് വായിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നി. നന്ന് ഉസ്താദിന്റെ എനിക്ക് സുഖമില്ല, നാവിന് ക്യാൻസർ ആണെന്നാണ് തോന്നുന്നത്, ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 പ്രാവശ്യമൊക്കെ അദ്ദേഹം PM ചെയ്തിരുന്നു. നമ്മൾ പരസ്യമായിട്ട് ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പൊ ഇതൊക്കെ സർജറി ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, റാഹത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ക്യാൻസറിന്റെ അതിൽ നിന്ന് പൂർണ്ണമായ മോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. പൂർണ്ണ ശിഫയും അല്ലാഹുവിന്റെ തആഅത്തിലായി ആഫിയത്തോടുകൂടി ദീർഘായുസ്സും അല്ലാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും ഒക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അല്ലാഹു നിങ്ങൾക്ക് പൂർണ്ണ ശിഫ നൽകി സന്തോഷം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സമസ്തയ്ക്ക് കീഴിൽ പെൺകുട്ടികൾക്കുള്ള ഹിഫ്ള് കോളേജ് ഉണ്ടെങ്കിൽ എത്ര വയസ്സ് മുതലാണ്? അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. ആർക്കെങ്കിലും അറിയുമെങ്കിൽ അതൊന്ന് പറയണേ. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. സമസ്തന്റെ കീഴിൽ പെൺകുട്ടികൾ തിരുവനന്തപുരത്ത് ആ ഭാഗത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഉസ്താദ് ഉണ്ടല്ലോ, നമ്മുടെ നാസിഹ് ഐഡിയിലുള്ള അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹമൊക്കെ നടത്തുന്ന ഒരു ഹിഫ്ള് കോളേജ് ഉണ്ട്, പെൺകുട്ടികൾക്കുള്ളതാണ്. പിന്നെ എറണാകുളത്ത് വരുന്നുണ്ട്. ഇപ്പൊ മലബാറിലെ ആ ഭാഗത്തോടെ ഉണ്ടാ, വെളിയങ്കോട് തുടങ്ങുന്നുണ്ട്. ഏതായാലും ശരി. പിന്നെ ഉണ്ടെങ്കിലും ഒന്ന് അറിയിക്കണം. ഇവിടെ ഇടയ്ക്കൊന്ന് പരസ്യം ചെയ്താൽ മതി. ഇന്ന സ്ഥലത്ത് പിന്നെ
പെൺകുട്ടികൾക്കുള്ള ഹെഫ്ള് കോളേജ് ഉണ്ട്, ഹെഫ്ള് പഠിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് അറിയുന്ന ആളുകളടക്കം നമ്മുടെ റൂമിൽ ഒന്ന് പരസ്യം ചെയ്താൽ മതി. ഈ ചോദിച്ച ആൾ മലപ്പുറത്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന് സൗകര്യപ്പെടുന്ന സ്ഥലത്ത് ആകുകയാണെങ്കിൽ സൗകര്യമാണ് അല്ലെ. ഞാൻ മലപ്പുറം ജില്ലയിലോ മലപ്പുറത്തിന് തൊട്ടടുത്ത് ജില്ലകളായ കോഴിക്കോടോ പാലക്കാടൊക്കെ ആവാൻ പറ്റും തോന്നുന്നുണ്ട്. ഉണ്ടെങ്കിൽ അറിയിക്കണം. വഫിയ ഉണ്ട്. വഫിയ ഇത് ഹിഫ്ള് കോളേജ് ഖുർആൻ ഹിഫ്ളാക്കാനുള്ള മാർഗം ഉണ്ടോ എന്നാണ് ഈ പറഞ്ഞത്. പിന്നെ അല്ലാഹ്, ഇനി എപ്പോഴാണ് സംവാദം റിപ്ലൈ ഇബാറത്ത് വായിക്കാൻ അറിയുന്നവരുമായി സംവാദം നടത്താൻ നമ്മളുടെ ഉപദേശമാണ്. ഇനി നമ്മൾ സംവാദം നടത്തുമ്പോഴേ എതിർപക്ഷത്തിന് ഇബാറത്ത് വായിക്കാൻ സാധിക്കണം. അങ്ങനത്തെ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇനി സംവാദം നടത്തുമ്പോ അവരൊരു പരീക്ഷ നടത്തണമെന്നല്ലേ. സാധാരണ ഇപ്പൊ ഈ ദുബൈയിലൊക്കെ ഉണ്ടല്ലോ ഹിഫ്ളുൽ ഖുർആൻ അല്ല ഈ പിന്നെ ഖുർആൻ മത്സര പരിപാടി. ആ മത്സര പരിപാടിക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ് പങ്കെടുക്കാൻ യോഗ്യരാണോ എന്നൊരു പരീക്ഷ നടത്തും. ആ പരീക്ഷ ജയിച്ച ആൾക്കാർക്ക് മാത്രമേ ഇതിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ആളുകളുമായി അല്ലെങ്കിൽ സമസ്തന്റെ ആളുകളുമായി ആരെങ്കിലും സംവാദം നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് അവർക്കൊരു എന്താ ചിരിക്കേണ്ടതിന്റെയൊക്കെ അല്ലേ ഒരു പ്രവേശന പരീക്ഷ നടത്തേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ഇനി കുറെ ചോദ്യങ്ങൾ ഉണ്ട്. ഞാനത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് വായിച്ചെടുക്കാൻ തന്നെ കുറെ പണിയുണ്ട്, ഒരുപാടുണ്ടേനും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള പിന്നെ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ PM-ലൂടെ നൽകാൻ പറ്റുന്നതിന് PM-ലൂടെയും അല്ലാത്തിന് നാളെ ഇൻഷാ അല്ലാഹ് മൈക്കെടുക്കുമ്പോഴും മറുപടി പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ചെറുതും വലുതുമായ ദോഷങ്ങൾ പുറത്തു തന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. പിന്നെ നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു തല നിറവേറ്റി തരട്ടെ. രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫയും മരിച്ചവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു വിവാഹപ്രായം എത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരോട് അനുയോജ്യരായ ഇണകളെ നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷിപ്പിക്കട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗം കണ്ടു മരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യണം. അതിന്റെ മുമ്പായിട്ട് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ബുശ്റാഖ് മുൽയോമിന്റെ ഭാഗമായി ഇന്ന് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നിസ്കാരം വിശ്വാസിയുടെ മിഅ്റാജ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരിയുടെ ക്ലാസ് ഉണ്ടായിരിക്കും. അതിലൊക്കെ എല്ലാവരും സംബന്ധിക്കുക ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഓരോ ദിവസവും അന്ന് ആരാണ് സംസാരിക്കുക എന്നുള്ള വിഷയങ്ങളൊക്കെ നമുക്കിവിടെ വിവരം ലഭിക്കും. അപ്പൊ അതനുസരിച്ച് ഒക്കെ പരസ്യം ചെയ്യുകയും അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുകയും ക്ലാസ് ഒക്കെ സജീവമാക്കുകയും ചെയ്യണം എന്ന് അറിയിക്കുകയാണ്. സൗദി സമയം 8:30 ക്ലാസ് ഉണ്ടാവുക. പിന്നെ മുഴുവന്റെ പാട്ടൊക്കെ ഉഷാറായിട്ടുണ്ട് അല്ലേ? വളരെ ഉഷാറായിട്ടുണ്ട് പാട്ടൊക്കെ അല്ലേ? അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായിട്ടുണ്ട് അല്ലേ? പിന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് അതിന്റെ മുമ്പോ അതിന്റെ ശേഷമൊക്കെ ആയിട്ട് എന്തെങ്കിലും വേറെ പരിപാടി കണ്ട അങ്ങനെ ക്ലിപ്പ് ഇന്നലെ തന്നെ ബാക്കി ഉണ്ടെന്നുണ്ടാ? ഇഷാൻ മാഹിയുടെ ഒക്കെ ക്ലിപ്പും ചർച്ചയൊക്കെ നിന്നിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ അതിന്റെ ശേഷം ഉണ്ടെങ്കിൽ ആ വിവരം അറിയിക്കണേ. പിന്നെ ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ചില ആളുകളൊക്കെ അത് റിപ്ലൈ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. എന്നുകൂടി അറിയിച്ച് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.